ഗൈസ് ദുബായിലെത്തി ഉടനെ ജാസിമിന് സംശയം ഈ ബസ് അബുദാബിയിലേക്ക് പോകുമോ അതെങ്ങനെയാ ചോദിക്കുക. ശരിക്കും ഉപകാരപ്പെടുന്നതാണ്, സേവ് ചെയ്ത് വെച്ചോ. ഈ ബസ് അബുദാബിയിലേക്ക് പോകുമോ? നീ എങ്ങനെ പറയാ? നീ ഇല്ല ഇംഗ്ലീഷ് വെച്ച് പറ. ദിസ് ബസ് ഗോ ടു അബുദാബി. ദിസ് ബസ് ഗോ ടു അബുദാബി എന്ന് കേട്ടാൽ മനസ്സിലാവും, കുഴപ്പമൊന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ നടക്കും. പക്ഷേ ശരിക്കും പറയേണ്ടത് ഡസ് വെച്ചിട്ടാ. ഡസ് ദിസ് ബസ് ഗോ ടു അബുദാബി. ഡസ് ദിസ് ബസ് ഗോ ടു അബുദാബി. ഈ ബസ് മറീനയിൽ നിർത്തോന്ന് സ്റ്റോപ്പ് ഉണ്ടോ? നീ ട്രൈ ചെയ്യ്. ഈ ബസ് മറീനയിൽ നിർത്തോ? അടിപൊളിയാണ്. ഡസ് ദിസ് ബസ് സ്റ്റോപ്പ് അറ്റ് മറീന. യെസ്, ഡസ് ദിസ് ബസ് സ്റ്റോപ്പ് അറ്റ് മറീന. അടിപൊളിയാണ്. ഇനി അതേപോലെ തന്നെ ഇപ്പൊ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ബസ് ഇറങ്ങുന്നതിന് ഗെറ്റ് ഓഫ് വെച്ചിട്ട് പറയാം. അപ്പോൾ ഐ ആം ഗെറ്റിംഗ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റേഷൻ എന്ന് പറയും. ഐ ആം ഗെറ്റിംഗ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റേഷൻ. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാണ്. എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം, അതെങ്ങനെയാ പറയാം? എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം എന്ന് എങ്ങനെയാ പറയാം? ഇവിടെ കോമന്റ് ഗൈസ്. ഇതെല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ് അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈനിലൂടെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സാണ്. 2 മാസം സമയം നിങ്ങൾ ഫ്രീ ഇല്ല, ഒരു 40-45 മിനിറ്റ്, അങ്ങനെ 2 മാസം നിങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ 2 മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് നെക്സ്റ്റ് ലെവലിൽ എത്തിക്കും. മുകളിൽ പോവാ, ബയോയിൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്. പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.